സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വൈറൽ പോസ്റ്റ് കണ്ടു. ഒരു മതത്തിൻ്റെ പേരിൽ ഉള്ള രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള വിലയിരുത്തൽ. കാരണം ഞാൻ ഒരിക്കലും പറയില്ല ഒരേ മതത്തെ തന്നെ പല രീതിയിലാണ് ആൾക്കാർ യൂസ് ചെയ്യുക. ഒരു മതത്തിലും തീവ്രവാദവും ഇല്ല, ഭീകരവാദവും ഇല്ല, വർഗീയതയില്ല. അതിൻ്റെ ആത്മീയ ലെവലിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് അറിവില്ലായ്മയും അതിൻ്റെ ആത്മീയമായിട്ടുള്ള അന്തസത്ത ഉൾക്കൊള്ളാതെയും ജീവിക്കുന്ന കുറച്ച് അറിവില്ലാത്ത മനുഷ്യരുടെ എത്തുമ്പോഴേ ഈ വർഗീയതയും വിഭാഗീയതയും തീവ്രതയും ഭീകരതയും ഒക്കെ ഉണ്ടാവുള്ളൂ. ആത്മീയത ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അതിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ഭീകരവാദിയും ഒരു മിതവാദിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഒരു മിതവാദിയായിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ അവിടെ ഒരു ചർച്ചിൽ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നതിനിടയിലേക്ക് ഒരു ഭീകരവാദി, മറ്റൊരു മതത്തിൻ്റെ ലാബിലൊട്ടിച്ച് വരുന്നൊരു തീവ്രവാദി അവിടെ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യുക, ദേഷ്യം പിടിക്കുക. നിങ്ങൾ ഒരേ ദൈവത്തിന് എല്ലാ മനുഷ്യരും തർക്കിക്കുന്ന ഒരേ ദൈവമാണ്. ഈ ദൈവത്തിലേക്കുള്ള സ്റ്റോറികളാണ് ഡിഫറൻസ്. ആത്മീയത ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ പിറക്കുന്നതും ഒരേ ഭാവമാണ്. ആത്മീയതയ്ക്ക് ഒരേ ആത്മാവാണ്. അത് ആത്മാവിൻ്റെ ശാന്തിയാണ്. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉള്ള ലോകത്ത് പോലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ദൈവമെന്ന ഒന്നിൽ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും കരുത്തോടെ നിൽക്കാനുള്ള മനുഷ്യൻ്റെ കരുത്താണത്. അവർക്ക് മുമ്പിൽ ലോകത്ത് കാണിക്കുന്ന പ്രശ്നങ്ങളൊന്നും വല്ലാണ്ട് എന്താക്കില്ല. അവർ മതത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയണ്ടോ ഒരു മതത്തിൽ നിന്ന് ഇങ്ങോട്ടായാലോ മതം തന്നെ ഇല്ലാതായാലോ അവർക്കൊരു വിഷയം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം. ആ രണ്ട് സഹോദരങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്ന ദൈവത്തിന് വേണ്ടിയാണ്. അതാ രസം. രണ്ട് സ്റ്റോറികളാണെങ്കിലും മതങ്ങളൊക്കെ വ്യത്യസ്ത, ഒരേ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്ത സ്റ്റോറികൾ മാത്രമാണ്. ദൈവത്തൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെ, അതിലൊരു സംശയവുമില്ല. ദൈവമെന്ന ഒരു യാഥാർത്ഥ്യം ഭൂമിയിലുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ. അത് രണ്ടാവില്ലല്ലോ. സൂര്യനൊന്നല്ലല്ലോ, ചന്ദ്രനൊന്നല്ലല്ലോ, ഞാനൊന്നല്ലല്ലോ, നിങ്ങളൊന്നല്ലല്ലോ. അതുപോലെ തന്നെയാണ് ദൈവം എന്ന്. അതിനെക്കുറിച്ച് പറയുന്ന സ്റ്റോറികളും മറ്റും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ഇവിടെ ഏറ്റവും ഇതാക്കാൻ വേണ്ടിയാണത്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ഇതിനു വേണ്ടി തർക്കിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, നമ്മളുടെ മതം നമുക്ക് ആത്മീയത നൽകുന്നുണ്ടോ, മനസ്സമാധാനം നൽകുന്നുണ്ടോ? പല ആൾക്കാരും കാണാം ഒരുപാട് ആചാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നത് കാണാറില്ല. അപ്പോൾ എന്തിനാണ് അവരിപ്പോൾ ആചാരങ്ങൾ ചെയ്യുന്നത്? വലിയ കാര്യമൊന്നുമില്ല. ഈ സ്വസ്ഥതയും സമാധാനവും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളാ മതവിശ്വാസിയൊന്നുമല്ല. വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ആ ഭീകരവാദം കാണിച്ച ആ വ്യക്തി അവരേത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ഇതിൽപ്പെട്ട ആളാണെങ്കിലും തീവ്രമായിട്ട് മറ്റൊരു മനുഷ്യനെ അന്യായമായി ക്രോശിക്കാനും ഉപദ്രവിക്കാനും കാണിക്കുന്ന ആ ഒരിത് അതിൽ മതത്തിൻ്റെ അന്തസ്സത്തൊന്നുമില്ല. അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ മറ്റു മതത്തെ ആക്രമിക്കുന്നവന് ആ മതത്തിൻ്റെ ഇതൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അത് വേറെ, അത് ഓരോ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അത് നമ്മൾ ഇതിലായിട്ട് ഹൈഡ് ചെയ്യണ്ട. മതത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുമ്പം അതൊരിക്കലും അവരിൽ നമ്മൾ മതം കാണാൻ പാടില്ല. പലപ്പോഴും പലരും ഈ രണ്ട് പേരും അവരുടെ എല്ലാ മതത്തിലും ഈ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയത ഉള്ളവരും ഇതിനോട് സ്പിരിച്വലായിട്ട് താൻ തന്നെയാണ് സത്യമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭാവമുള്ളവരും. ദൈവത്തിന് എന്തിനാതൊക്കെ? നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ജീവനുണ്ട്, നിങ്ങളെ കോശങ്ങൾക്ക് നിങ്ങൾ സസൂക്ഷ്മമായ ലെവലിൽ അവിടെ ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഒരു വ്യവസ്ഥകളുടെ ആവശ്യമുണ്ടോ? ആ ഒരു ദൈവമാണ് അതിൽ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന് എന്തിനാ ഇതിൻ്റെ ആവശ്യം? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ദൈവത്തെ നമ്മൾ ഈ നിമിഷത്തെ അനുഭവമായിട്ട് അനുഭവിച്ചറിയണം. ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന കരുത്തും സ്വസ്ഥതയും സമാധാനവും സന്തോഷമായി നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോൾ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. മതത്തെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരാവില്ല. അവരെ കൊണ്ട് വിമർശിപ്പിക്കുന്നത് ദൈവമാണ്, അവർക്ക് ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത് ദൈവമാണ്, അല്ലേ? പിന്നെന്താ ആവശ്യം? കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദിയും ഒരു ദൈവം ഉണ്ട് എന്ന് സമർപ്പിക്കാൻ വേണ്ടി ഒരു ദൈവവാദിയും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. ആ ദൈവം എന്ന് പറയുന്നതിന് ആ ഒരു വ്യക്തി അവിടെ സമർപ്പിക്കുന്നത് എല്ലാവരും വിശ്വസിക്കുന്ന ലോകത്ത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരേ ഒരു ദൈവത്തെക്കുറിച്ചാണ്, ഒരേ ഒരു സത്യത്തെക്കുറിച്ചാണ്. അതെല്ലാവർക്കും ഒന്നാണ്. സ്റ്റോറികൾ വ്യത്യസ്തമായിരിക്കും, സ്റ്റോറികൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ ആ ഒരുമ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ശാസ്ത്രീയ സത്യമാണ്, ഒരു ജൈവ സത്യമാണ്, അതൊരു കാലഘട്ടത്തിനനുസരിച്ചുള്ള സത്യമാണ്. ഈ നിമിഷത്തെ റിയാലിറ്റിയാണ്, ഈ നിമിഷത്തെ ജീവിതമാണ്. പലരും ഇങ്ങനെ പല ശാസ്ത്രീയ സത്യങ്ങളും അപ്ഡേഷനൊക്കെ വരുമ്പം ഇതെങ്ങനെ മതം ഉൾക്കൊള്ളും, ഇതെങ്ങനെ ഇത് കൊള്ളുമെന്ന് പറയാറുണ്ട്. ഒരിക്കലും അല്ല. ഇതിപ്പോൾ ഈ നിമിഷം ഈ ഒരു സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഭൂമിക്ക് തരുന്നാരാ? ഈ മനുഷ്യർക്ക് തരുന്നാരാ? മനുഷ്യനെ ഇവോൾവ് ആക്കുന്നാരാ?
ദൈവവിശ്വാസി ഒരാളെ ദൈവത്തിൽ നിന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ നിമിഷത്തെ നമ്മളെ മനുഷ്യ ബ്രെയിനൊക്കെ എവോൾവ് ആയപ്പം നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണത്. അത് യൂട്ടിലൈസ് ചെയ്യണം. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നവനും ദൈവമാണ്. ആ മനസ്സനുസരിച്ച് നീങ്ങേണ്ടതും ദൈവത്തിനനുസരിച്ചാണ്. പരിഷ്കർത്താക്കൾ വരും. പരിഷ്കർത്താക്കളെ പുത്തൻവാദികളും മറ്റുമായിട്ട് പരിവർത്തനം ചെയ്തിട്ട് അവരെ വാട്ടി ഓടിക്കുന്ന സ്വഭാവമാണ് ഈ ഭൂമിയിലുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. ഈ പരിഷ്കർത്താദികൾ കാലഘട്ടത്തിനനുസരിച്ച് പഠിച്ചിട്ട് ആ ഒരു ദൈവിക വ്യവസ്ഥകളെ മനുഷ്യൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തി തരുന്നവരാണ്. അതിനെ അംഗീകരിക്കണം നമ്മളൊരിക്കലും. അതിനെ എതിർക്കല്ല വേണ്ടത്. അതൊരു ഇസമാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സഹോദരൻ കാണിച്ച ആ ഒരു ഭീകര തീവ്രത, അത് അദ്ദേഹത്തിൻ്റെ മതം ആത്മീയത സൃഷ്ടിക്കാത്തതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ബൈ.